ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സ്ഥിരം വീഡിയോ പോലെ തന്നെ തുടങ്ങിയതാട്ടോ. എന്നിട്ട് ആ വീഡിയോ എങ്ങോട്ടോ പോയി എവിടേക്കോ അവസാനിച്ചൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ കാപ്പിക്ക് അപ്പവും കടലക്കറിയൊക്കെ ആട്ടോ ദൈവം ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് പിള്ളേർ ഈ ഹാളിലിരുന്ന് ടി വിയും കണ്ടിരിപ്പുണ്ട്. എന്തായാലും ഒരു ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനുട്ടി എന്തോ ഒരു ആക്ഷനും കാണിച്ചിരിക്കുക. വീഡിയോ എടുക്കുമെന്ന് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. പപ്പ എങ്ങോട്ടോ പോയി. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. ഇത് കണ്ടില്ലേ, എൻ്റെ ടയർ ഉരിയാൻ വെച്ചേക്കുന്നത്. ആ റണ്ണിങ്ങിൽ എൻ്റെ ടയറിന് എന്തോ പറ്റി, അതിൻ്റെ എഡ്ജിൽ നിന്ന് ചാടിപ്പോയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് രാവിലെ പോയി റെഡിയാക്കണം എന്നോർത്ത് ഞാൻ രാവിലെ പോകാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പല്ല് തേക്കുന്നതിനിടയ്ക്ക് ഒരു ടീം തന്നെ നടക്കാൻ ഇവിടെ പറ്റില്ലാത്ത സമയത്താണ് ഒരുത്തനും ചുവന്നുകൊണ്ട് നടക്കുന്നത്. എന്താലേ എന്തായാലും അതിനെയൊക്കെ കണ്ട് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടിരുന്നപ്പോഴാണ് ഒരു ഓട്ടം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. ഇത് ചെറിയൊരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അപ്പോൾ തന്നെ പോകുന്നുട്ടോ. പിന്നെ എനിക്ക് തിരിച്ചു വന്നിപ്പോൾ വണ്ടിക്ക് ലേശം ബ്രേക്ക് കുറവുള്ളത് പോലൊരു തോന്നൽ. അപ്പോൾ പിന്നെ അതൊക്കെ അഴിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ചങ്ങാതി വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പം വരാമെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ട് നേരെ കൂട്ടുകാരുടെ ഇടയിലേക്ക് അവിടെ പോയി കഴിഞ്ഞപ്പം എങ്ങോട്ടോ പോകണം എങ്ങനൊരു പറച്ചിലൊക്കെ കേട്ടു ഇടയ്ക്ക്. ഒന്നും അറിയത്തില്ല, അങ്ങ് പോയി. എവിടെയോ എങ്ങോട്ടോ എന്നില്ലാത്ത യാത്ര. കണ്ടില്ലേ, ചെറിയ വള്ളംകളി തന്നെ പരിപാടി. അപ്പോൾ ഡീസലൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തു. എങ്ങോട്ടാന്ന് ഇപ്പോഴും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ റൂട്ട് തന്നെ പിടിച്ചു. നല്ല കാടിൻ്റെ നടുക്കൂടെ പോകാമല്ലോ എന്നൊക്കെ ഓർത്ത് പോകുമ്പോഴൊന്നും മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. എന്തായാലും നമുക്ക് വീഡിയോ എടുക്കല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിയൊക്കെ നല്ലപോലെ എടുത്തു. ഒരു കിടിലം പ്ലേസിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് പോയ എല്ലാവർക്കും തന്നെ അറിയാം ഈ വണ്ടി നിർത്തിയേക്കുന്ന എവിടെയാണെന്നും അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നും ഈ വെള്ളത്തിൻ്റെ തണുപ്പ് എന്താണെന്നും. നല്ല അടിപൊളി ഒരു പ്ലേസ് ആട്ടോ. എന്തായാലും ഇതിലേക്ക് ഇറങ്ങി കിടന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ വേറെന്താ, തിരിച്ച് പോകണം. തിരിച്ചല്ല, നേരെ തൊടുപുഴ റൂട്ട് തന്നെ. ഉപ്പുകുന്ന് ഒരു വ്യൂ പോയിന്റും അത്യാവശ്യം നല്ല ഓഫ് റോഡ് വഴിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്ഷൻ വന്നായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. എന്തായാലും ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയും നല്ല കോടമഞ്ഞും. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബാച്ച് ആൾക്കാരങ്ങ് ഇറങ്ങി പോയിട്ടോ. ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ കയറണം. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ ഗ്യാപ്പുള്ളൂ കയറിപ്പോവാൻ. കയറുമോ ഇല്ലയോ എന്നൊരു ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നമുക്കൊരു വെല്ലുവിളിയാണല്ലോ എവിടെ ചെന്നാലും. നമ്മുടെ ഡ്രൈവർ നല്ല അടിപൊളി ആയതുകൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ കയറി. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. താഴേന്ന് കയറി വരാൻ നല്ല സുഖമായിരുന്നു. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വഴി നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട്. മഴ പെയ്തിട്ട് ഫുള്ള് ഒലിച്ചു പോയി. എന്തായാലും രണ്ടും കൽപ്പിച്ച് കുത്തി കയറ്റി. നോക്കിക്കോ, കയറിക്കഴിഞ്ഞുള്ള ആഹ്ലാദം നോക്കി. എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കുറേ വീഡിയോയും ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. എന്തായാലും താഴത്തേക്ക് ഇറങ്ങണം. അത്യാവശ്യം സ്കിഡാവുന്നുണ്ട്. മഴ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വരുന്നതിന് മുമ്പ് താഴത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. ആ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു വഴി കൂടെയാണ് ഇപ്പോൾ കയറിപ്പോയത്. നല്ല റിസ്ക് ആട്ടോ. നന്നായിട്ട് വീലൊക്കെ തെന്നിയാണ് പോരുന്നത്. എന്തായാലും ആ മഴയൊക്കെ നനഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു. ഒരു രസമല്ലേ, ഇതൊക്കെ ഒരു ലൈഫിലൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു ഇതല്ലേ. അപ്പോൾ ഒന്നും നോക്കില്ല, മഴയങ്ങ് നനഞ്ഞു. ഇനി നേരെ ഒരു ചായക്കടയിലേക്കാട്ടോ പോയി. കുളമാവ് ഡാമിന് മുകളിലുള്ളൊരു ചായക്കട. നല്ല അടിപൊളി ഒരു ചായക്കടയും നല്ല അടിപൊളി ഒരു പ്ലേസും. ഇപ്പോൾ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഞങ്ങൾ ചെന്ന് 5 പേര് 5 രീതിയിലുള്ള ചായ പറഞ്ഞു. ചേട്ടൻ ആകെ കൺഫ്യൂഷനായിപ്പോയി. എന്നാലും ചേട്ടൻ അടിപൊളിയായിട്ട് ചായയൊക്കെ എടുത്ത് തന്നിട്ടോ. പിന്നെ തൊട്ടപ്പുറം ഒരു കുട വിൽക്കുന്ന കടയുണ്ടായിരുന്നു. മഴയല്ലേ, കുടയാണല്ലോ വേണ്ടത് നമുക്ക്. അപ്പോൾ ഒരു കുട മേടിക്കാമെന്ന് ഓർത്തു. ഒരു കുടയൊക്കെ മേടിച്ച് ഫസ്റ്റ് നോർത്തലാണ് ഈ കാണുന്നത്. കുട നേരെ തലതിരിഞ്ഞ്. പിന്നെ അതൊക്കെ റെഡിയാക്കി വീണ്ടും തിരിച്ച് വണ്ടിയെ കയറി. തിരിച്ച് വന്ന വഴിക്ക് കേട്ടോ ശരിക്കും രാത്രിയായ പോലൊരു ഫീല്. നന്നായിട്ട് ഇരുട്ടും കയറി, നല്ല പോലെ മഞ്ഞും. മഴ ലേശം കുറവുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രാത്രിയുടെ ഒരു ആംബിയൻസ് ആട്ടോ ഫുള്ള്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളാരും നിക്ഷേപിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ വന്നു മൈക്രോ പാറ. നല്ല കീട്ടില്ലെന്നൊരു പ്ലേസ്. എൻ്റെ മോനെ, ഞാൻ കുറേ നേരം കാത്ത് നോക്കിയിരുന്ന് കിട്ടിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്തായാലും പെട്ടെന്ന് തന്നെ മഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം സർക്കാർ പ്രോപ്പർട്ടീസാണ് ഫുള്ള്. ഇടുക്കി ഡാമാട്ടോ കാണുന്നത്. ഈ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് കുറേ നേരം നോക്കിയിരുന്ന് കിട്ടിയൊരു വീഡിയോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. ഒരു ബസ് കോടമഞ്ഞിനകത്തൂടെ പോകുന്നതായിട്ട്. എങ്ങനെയുണ്ട് വീഡിയോ? എങ്ങനെയുണ്ട്? കൊള്ളാലേ.
അപ്പോൾ അതേ ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നല്ല പോലെ മഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉഗ്രം പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകണം. ഫ്രണ്ടിൽ പോകുന്നവൻ വിളിച്ചോണ്ട് പോണതാ. ഇവനിവിടെ വല്ല കഞ്ചാവിന്റെ തോട്ടം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. മാത്താ എല്ലാം കണ്ടോ? വ്യൂ ഉണ്ടോ? ഊസമാണോ? ഊസം ഞാൻ കാണിച്ചു തരാം. എന്റെ മോനെ, ഇതൊന്നും പറയാനില്ല. പൊളി സ്ഥലം. ഇടുക്കിയിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇതൊന്നും കാണാനും പറ്റിയിട്ടില്ല. മാത്ത സ്ഥലം എങ്ങനെയുണ്ട് മാത്ത? കൊണ്ടുപോകുന്നതിനോട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. നല്ല തെന്നലുണ്ട് കേട്ടോ. വീണാൽ താഴത്തേക്ക് പോവാം. അവര് നടക്കാൻ വയ്യാന്ന് ക്ഷീണമാണ് സത്തിന് ക്ഷീണം. മുട്ടിനൊക്കെ വേദനയുണ്ട്. പ്രായമാവുന്നതിന്റെ ആയിരിക്കും അല്ലേ? ആ അവിടെ ഫുള്ള് പാറ. നമുക്ക് പോകേണ്ട വഴി ഇതിലാണേ. വന്ന വഴി. യെസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണം. വണ്ടികളൊക്കെ കിടക്കുമല്ലേ. അപ്പോൾ വണ്ടിയൊക്കെ പണി തീർത്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.